ഇപ്പോൾ കെ ഹരിദാസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഹരിദാസ്, അങ്ങും നമ്മളും തമ്മിൽ ഈ വിഷയം തന്നെ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ അധികൃതർ തന്നെ പറയുന്നത് എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. പക്ഷേ നടപടികൾ ആണല്ലോ വേണ്ടത്. ആളുകളെ സംബന്ധിച്ച് സുരക്ഷിതമായി നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ പിന്നെ ആരോട് പരാതിപ്പെടും എന്നുപോലും അറിയാത്ത സ്ഥിതിയായി. കാരണം പരാതി കേൾക്കുന്നവരും കൈമലർത്തി തുടങ്ങുകയാണ്. ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം എറണാകുളത്ത് പ്രവർത്തിക്കുന്നുണ്ട്. തെരുവ് നായ ആക്രമണത്തിനിരയായവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിലേക്ക് വിവരാവകാശ നിയമപ്രകാരം ഒരു മറുപടി ഒരു അപേക്ഷ അയച്ചപ്പോൾ അവിടുന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ ക്ലർക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? സാറേ, ഇവിടെ ഒരു പേനയും പെൻസിലും പോലും ഇല്ല. ഈ ഓഫീസിൽ നിന്നാണ് ഞങ്ങൾക്ക് 3 മാസമായി 2 ആൾക്ക് ശമ്പളം കിട്ടിയിട്ട്. ഇവിടെ അദ്ദേഹം ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഇൻലൻഡ് ലെറ്ററില് 2200 വിവരാവകാശ അപേക്ഷ അയച്ച് എനിക്ക് ആദ്യമായിട്ടൊരു ഇൻലൻഡ് ലെറ്ററിൽ മറുപടി കിട്ടിയിട്ടുള്ളത് അവിടുന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങയുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി തരത്തിൽ ഇൻലൻഡ് ലെറ്ററിൽ എന്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ട് നമ്മുടെ സർക്കാർ എത്രത്തോളം ഈ തെരുവുനായ ആക്രമണ വിഷയത്തെ ലഘൂകരിച്ചിട്ടാണ് കാണുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതിനുവേണ്ടി നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു ജസ്റ്റിസിന്റെ ഓഫീസിൽ വേണ്ടത്ര സൗകര്യങ്ങളോ അവർക്ക് ശമ്പളമോ കൊടുക്കുന്നില്ല. ഒരു തെരുവുനാവയെ വന്ധീകരിക്കാൻ 2640 രൂപ വേണമെന്നാണ് കണക്ക്. അത് തനത് ഫണ്ടിൽ നിന്ന് എടുത്ത് ചെയ്യാനാണ് സർക്കാർ തിരുവനന്തപുരത്ത് ഇരുന്ന് പറയുന്നത്. ഒരു പഞ്ചായത്തിനും അത് തനത് ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് ഒരു മുനിസിപ്പാലിറ്റിക്കും ഒരു കോർപ്പറേഷനും സാധിക്കില്ല. അപ്പൊ നിലവിലെ തെരുവുനായകളുടെ വന്ധീകരണം 10% പോലും പൂർത്തിയാവാത്ത സാഹചര്യത്തിലെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന എന്റെ ഈ 1 കിലോമീറ്റർ ചുറ്റളവിലെ 6 നായകളാണ് പ്രസവിച്ചിട്ട് ഓരോ നായയ്ക്കും 8ഉം 10ഉം കുട്ടികളുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിലെ എന്നാണ് തെരുവുനായയിൽ നിന്ന് കടിയേൽക്കാതെ ജനങ്ങൾക്ക് സ്വൈരമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കുക എന്നറിയില്ല. 2024 ഡിസംബറിലെ സൈക്കിൾ സവാരി രാവിലെ നടത്തുന്ന ഞാനത് കഴിഞ്ഞ് വരുമ്പോൾ 6 നായ്ക്കൾ എന്നെ ഓടിച്ചിട്ട് 15 ദിവസമാണ് ഞാൻ ബെഡിൽ കിടന്നത്. നായ്ക്കൾ കടിച്ചില്ല, പക്ഷെ സൈക്കിളിന്റെ പിന്നാലെ ഇവർ 6 പേരും കൂടി വന്നപ്പോൾ ഞാൻ സൈക്കിളിൽ നിന്ന് വീണു. വേറെ എനിക്ക് വഴിയില്ല. എനിക്ക് അത്രയേറെ പരിക്ക് പറ്റി. 15,000 രൂപ സെൽഫ് എന്റെ കയ്യിൽ നിന്ന് ചെലവായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ തെരുവുനായ ആക്രമണത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വം കണക്കാക്കേണ്ട സർക്കാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അങ്ങേയറ്റം ലാഘവത്തോടു കൂടി കാണുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മുടെ കേരളത്തിൽ നിത്യേന ഓരോരുത്തർക്ക് തെരുവുനായയുടെ കടിയേറ്റു എന്നുള്ള വാർത്ത. ഈ ABC കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന അടക്കമുള്ള മാതൃഭൂമി ന്യൂസ് എത്ര ക്യാമ്പയിനുകൾ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധയിലേക്ക് എത്താൻ ചെയ്തു. അപ്പോഴൊക്കെ വളരെ സജീവമായ ABC കേന്ദ്രങ്ങൾ വരുന്നു, ഉടനടി ഇതിന് പ്രശ്നപരിഹാരം ഉണ്ടാകും, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എല്ലാവിധ ഫണ്ടും ലഭ്യമാക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നതല്ലാതെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങും ഉണ്ടായിരുന്നതാണ് കണ്ണൂരിലെ ആ വിഷയത്തിൽ അവിടെ പഞ്ചായത്താണോ കോർപ്പറേഷനാണോ ഇതിന്റെ ഉത്തരവാദികൾ എന്ന ചർച്ചയാണ്, തർക്കമാണ് നടക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് ഈ തർക്കമൊന്നുമില്ല. പട്ടിയടിക്കാതെ റോട്ടിക്കട നടന്നു പോകണമെന്നേ ഒരു സാധാരണ പൗരന് ആഗ്രഹമുള്ളൂ. അതുപോലും സാധിക്കുന്നില്ല. അതിൽ തർക്കവുമായി നടക്കണം. പിന്നെ എങ്ങനെ നന്നാവും? മഹാനായ തദ്ദേശ വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞ ചോദ്യോത്തരത്തിനുള്ള മറുപടി എന്റെ കയ്യിലുണ്ട്. തദ്ദേശ വകുപ്പ് സ്ഥാപനങ്ങൾക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരുവുനായകളെ വന്ധീകരിക്കാൻ പണമില്ലെങ്കിൽ അത് ഞങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരം, അതായത് സംസ്ഥാന സർക്കാർ നൽകുമെന്ന് പറഞ്ഞിട്ട് 4 കൊല്ലമായിട്ടുണ്ട് അദ്ദേഹം അത് പറഞ്ഞിട്ട്. 4 കൊല്ലം, അതായത് മറ്റേ MV ഗോവിന്ദന്റെ സ്ഥാനം ഒഴിഞ്ഞിട്ട് സ്ഥാനമേറ്റിട്ട് ആദ്യത്തെ നിയമസഭ കൂടിയപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കാണ്. എത്ര കോടി രൂപ കൊടുത്തു എന്നുള്ളതിന് ന്യായ പൈസ ഇന്ന് വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ ABC പദ്ധതി പ്രായോഗികമായിട്ട് നടപ്പിലാക്കുന്നതിന്റെ പരാജയം എന്താ വെച്ച് കഴിഞ്ഞാൽ വന്ധീകരിച്ചു എന്ന് പറയുന്ന പല നായകളും പിന്നീട് പ്രസവിച്ചിട്ടുള്ള ചരിത്രമുണ്ട് എന്നുള്ളതാണ് എല്ലാ സ്ഥലത്തുമുള്ള പൊതുപ്രവർത്തകർക്ക് പറയാനുള്ളത്. അപ്പൊ വന്ധീകരണം കാര്യക്ഷമമായിട്ട് ശാസ്ത്രീയമായിട്ട് വന്ധീകരണത്തിലെ പരാജയവും നമ്മുടെ സർക്കാരിന്റെ മെല്ലെ പോക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വന്ധീകരണം നടത്താൻ പണമില്ലായ്മയും കൂടി കലർന്നു വന്നപ്പോൾ നമ്മൾ നിത്യേന കടിയേൽക്കാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ടവരായിട്ട് കേരളത്തിലെ ജനങ്ങൾ മാറി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങ് പറഞ്ഞ പോലെ നിത്യേന കടിയേൽക്കാൻ വിധിക്കപ്പെട്ടവരായി നമ്മൾ മാറിയിരിക്കുന്നു. സംരക്ഷണം ഒരുക്കേണ്ട അധികൃതർ പോലും കൈമലർത്തുന്ന സ്ഥിതിയിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ പോയിരിക്കുന്നു. സാധാരണക്കാരുടെ ജീവിതമാണ് ഇപ്പോൾ ഏറ്റവും ഭയപ്പെടുത്തുന്ന നിലയിലേക്ക്, റോട്ടിലിറങ്ങാൻ വയ്യ എന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ കണ്ടതെല്ലാം.